ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഒമാൻ, ലണ്ടൻ, റഷ്യ, സൗദി. ഉത്തരം സൗദി. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം സൗദി അറേബ്യയിലെ ദമാമിലുള്ള കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തലസ്ഥാന നഗരം ഏത്? കെയ്റോ, ബീജിംഗ്, മെക്സിക്കോ, ടോക്കിയോ. ഉത്തരം ബീജിംഗ്. ലോകത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ജനസംഖ്യയുള്ളതുമായ തലസ്ഥാന നഗരമാണ് ബീജിംഗ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ തലസ്ഥാന നഗരമാണ് ബെയ്ജിംഗ്. ഏതു പഴം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാൽ ചുമയുണ്ടാകും? പേരയ്ക്ക, ആപ്പിൾ, വാഴപ്പഴം, മാമ്പഴം. ഉത്തരം പേരയ്ക്ക. പിയർ, പേരയ്ക്ക എന്നീ പഴങ്ങൾ കഴിച്ചതിന് ശേഷം ഉടനെ വെള്ളം കുടിക്കുമ്പോൾ അത് ചുമയ്ക്കും ജലദോഷത്തിനും കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ചൈന, ജപ്പാൻ, ഇന്ത്യ, ഇസ്രായേൽ. ഉത്തരം ചൈന. നിലവിൽ ഏറ്റവും വലിയ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. 2023 ലോകത്തിലെ സ്റ്റീൽ ഉൽപ്പാദനത്തിൻ്റെ 54% ഇത്. കേരളത്തിലെ നൈൽ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? ചാലിയാർ, പമ്പ, ഭാരതപ്പുഴ, പെരിയാർ. ഉത്തരം ഭാരതപ്പുഴ. 209 കിലോമീറ്റർ നീളമുള്ള ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. കേരളത്തിൻ്റെ നൈൽ നദിയായി കണക്കാക്കപ്പെടുന്ന ഇത് നിള എന്നും അറിയപ്പെടുന്നു. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന മലയാള കവി ഏത്? വള്ളത്തോൾ, പൂന്താനം, ചെറുശ്ശേരി, ഉള്ളൂർ. ഉത്തരം ചെറുശ്ശേരി. ചെറുശ്ശേരി കൃഷ്ണൻകുട്ടി നമ്പൂതിരി എന്നറിയപ്പെടുന്ന ചെറുശ്ശേരി നമ്പൂതിരി മലയാള ഭാഷയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കവികളിൽ ഒരാളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖല ഏത്? ചിക്ക്-ഫിൽ-എ, സ്റ്റാർബക്സ്, മക്ഡൊണാൾഡ്, ഡങ്കിൻ. ഉത്തരം മക്ഡൊണാൾഡ്സ്. മക്ഡൊണാൾഡ്സ് ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയതും വലുതുമായ ഫാസ്റ്റ് ഫുഡ് ബ്രാൻഡാണ്. മയണൈസ് സ്ഥിരമായി കഴിച്ചാൽ ദോഷമായി ബാധിക്കുന്ന ശരീര അവയവം ഏത്? കരൾ, കിഡ്നി, ഹൃദയം, കണ്ണ്. ഉത്തരം ഹൃദയം. മയണൈസ് പലപ്പോഴും പൂരിത കൊഴുപ്പുകളും ട്രാൻസ് ഫാറ്റുകളും അടങ്ങിയ സസ്യ എണ്ണകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. പൂരിത കൊഴുപ്പുകളും ട്രാൻസ് ഫാറ്റുകളും അമിതമായി കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതു വസ്തു അടുക്കളയിൽ സൂക്ഷിച്ചാൽ മാറാരോഗത്തിന് അടിമയാകും? ചൂല്, മരുന്ന്, കണ്ണാടി, ക്ലോക്ക്. ഉത്തരം മരുന്ന്. അടുക്കളയിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത് വർഷാവർഷം മരുന്നുകളുടെ അളവിൻ്റെ വർധനയ്ക്ക് കാരണമാകും. അതായത് വാസ്തുശാസ്ത്രപ്രകാരം അടുക്കളയിൽ ഒരിക്കലും മരുന്ന് പെട്ടി വയ്ക്കരുത്. ഇത് വ്യക്തിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇത് കൂടുതൽ മരുന്നുകളുടെ ഉപയോഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു. ഏത് ഭക്ഷണമാണ് തേനിൻ്റെ കൂടെ കലർത്താൻ പാടില്ലാത്തത്? നെയ്യ്, തൈര്, പാൽ, മഞ്ഞൾ. ഉത്തരം നെയ്യ്. തേനും നെയ്യും അല്ലെങ്കിൽ വെണ്ണയും കലർത്തുന്നത് വിഷലിപ്തമാക്കും. അത് ക്ലോസ്ട്രിയം ബോട്ടുലിനം എന്ന പദാർത്ഥം ശരീരത്തിൽ അതിവേഗം പടരുകയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറുവേദനയ്ക്കും ക്യാൻസറിന് വരെയും കാരണമാവുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.